പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹം നാടിനാപത്താണെന്നാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. കണ്ടോ, ഒരു മനുഷ്യനെ, അതും ഒരു പാവപ്പെട്ട മനുഷ്യനെ വന്നിട്ട് ഒരു കാരണവും കൂടാതെ അടിക്കുകയാണ്. ആ സമയത്ത് കണ്ട ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അത് തടയുന്നു. അതാണ് പ്രതികരണശേഷി. കൊടുത്തു തിരിച്ചൊന്ന് വേണമെങ്കിൽ എന്നെ തച്ചോന്ന് പറയണു. ഈ പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹമാണ് നാടിനാപത്ത് എന്ന് പറയുന്നത്. നാട്ടിൽ നടക്കുന്ന എല്ലാ അരുതായ്മകളും കണ്ടു നിൽക്കുകയോ അതല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകുകയോ ചെയ്യുന്നത് അത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം നമ്മുടെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ അതിനെ മുളയിലേ നുള്ളണം. അങ്ങനെ മുളയിലേ നുള്ളണമെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹം നാടിനാപത്താണെന്ന തിരിച്ചറിവ് ഓരോ നല്ല മനുഷ്യരിലും വളർന്നു വരികയും അത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ചെറുത്തു നിൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. നമ്മളൊക്കെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദുരവസ്ഥ എന്താണെന്ന് അറിയണത്. അത് വന്ന് വന്ന് ഇപ്പം നമ്മളെ കേരളത്തിലേക്ക് വരെ എത്തിത്തുടങ്ങി. നമുക്കറിയാം, ഇപ്പം അടുത്തൊരു ആൾക്കൂട്ട കൊലപാതകം എന്ന ഓമന പേരിൽ ഒരു മനുഷ്യനെ തച്ചു കൊന്നു. അയാൾ മുസ്ലിമാണെന്നും അയാൾ ബംഗാളിയാണെന്നും വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. എന്തൊരു മഹാപാപമാണ്! ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കുൽസിത ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൽ പെടുന്നില്ലല്ലോ എന്ന വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ, കുറച്ച് മുമ്പൊക്കെ ഉത്തരേന്ത്യയിൽ ഒരു സമൂഹത്തെ വല്ലാതെ കടന്നാക്രമിക്കുന്ന സംഘികൾക്ക് ഓശാന പാടിയിരുന്ന കാസക്ക് അനുഭവപ്പെട്ട ദുരവസ്ഥ വരും. ഇന്ന് അത് തിരിച്ചു കൊത്തി കാസക്കും അതിൻ്റെ ആളുകൾക്കുമെതിരെ വന്നപ്പോൾ അവർ മിണ്ടുന്നില്ല. ഈ ദുരന്തം നമ്മുടെ ഇന്ത്യയെ എവിടെ കൊണ്ടെത്തിക്കും? ഷെയിം ഫോർ മൈ ഇന്ത്യ, അത്ര എനിക്ക് പറയാനുള്ളൂ. മാറ്റം അത് അനിവാര്യമാണ്. ആ മാറ്റത്തിനു വേണ്ടി പ്രതികരണശേഷി നമ്മളിൽ അങ്കുരിച്ചേ പറ്റൂ. ഒന്നുകൂടി പറയട്ടെ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട സമൂഹം നാടിനാപത്താണ്.